അസ്സലാമു അലൈക്കും. ഞാനിന്നിവിടെ ഒരു തക്കാളി ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മക്കൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തയക്കാനായിട്ട് മുട്ട ചമ്മന്തി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 സവാള എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ഒരല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ തക്കാളി, പച്ചമുളക്, മുട്ട, വേപ്പില കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. ഞാനിവിടെ ഇതെല്ലാം അരിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ വേപ്പിലയും പച്ചമുളകും വെളുത്തുള്ളിയും സവാള ഒന്നിച്ചാണ് കേട്ടോ അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ എൻ്റെ മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ചോറിന് ഉണ്ടാക്കിയ കറിയാണ് കേട്ടോ, ചമ്മന്തിയാണ് കേട്ടോ. ഞാനൊന്ന് നിങ്ങൾക്ക് കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പെട്ടെന്നൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ്. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ വീഡിയോസൊക്കെ ചാനലിലുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറികളൊക്കെ പറ്റുന്നവരൊക്കെ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ആവശ്യത്തിനുള്ള ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലപോലെ പൊട്ടി വരട്ടെ. ഇതിലോട്ട് നമുക്ക് അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കാം. നല്ല പോലെ വാടി വരട്ടെ. കുറച്ച് ഉപ്പും കൂടിയും ഇതിൽ ആഡ് ചെയ്യാട്ടെ. ഇപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് തക്കാളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു കൊടുക്കണം. തക്കാളി ഒന്ന് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. ഇതൊന്ന് വാടി വെച്ച് ഇപ്പോൾ നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പൊടികൾ ആഡ് ചെയ്യാം. ആവശ്യത്തിനുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ അരി ഇടുന്നത്, അതായത് കുഞ്ഞു ടീസ്പൂൺ അരി ഇടാനാണ്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതുണ്ടല്ലോ ഗരം മസാലപ്പൊടി. അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം കേട്ടോ. ഞാൻ ചിലപ്പോൾ ചേർക്കാറുണ്ട്, ചിലപ്പോൾ ചേർക്കാറില്ല. ഇനി ഇതൊന്ന് മൂത്ത് വന്ന് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി പൊടിയായി അരിഞ്ഞത് തന്നെ ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് അരിച്ചിട്ടാ. ഇനി നല്ലപോലെ ഒന്ന് നല്ലപോലെ വെന്ത് വാടി വെച്ച് ഇപ്പോൾ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലോട്ട് മുട്ട ഒഴിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ മക്കൾക്ക് കൊണ്ടുപോകാനുള്ളതല്ലേ. ഞാൻ മുട്ട കൂടി ഒഴിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവർ കഴിക്കില്ല. മുട്ടയും കൂടി ഉണ്ടായാൽ അവർക്ക് അവരുടെ ഇഷ്ടം. നല്ല ടേസ്റ്റാട്ടോ അത്. ചപ്പാത്തിക്കാണെങ്കിലും മക്കൾക്ക് കൊണ്ടുപോകാനാണെങ്കിലും
ഓക്കെ, ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ. എന്താ അപ്പോൾ നമ്മുടെ മുട്ട ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ഇളക്കി കുത്തി ഉടച്ച് ഇതാക്കിയിട്ടുണ്ട് കേട്ടോ. കണ്ട, ഇനി ഇതിലോട്ട് വേണമെങ്കിൽ നാളികേരം ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാത്ത, ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചാണ്. ഞാൻ നാളികേരമൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഇതാണ് നമ്മുടെ മുട്ട ചമ്മന്തി, അടിപൊളി ടേസ്റ്റ് കേട്ടോ, കണ്ടറിയാൻ പറ്റില്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇതുപോലുള്ള വീഡിയോസായിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.